ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു മാജിക് റെസിപ്പീസ്. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഫിഷ് ഫ്രൈ ആണ്. ഷേറി മീനാണിത്. ഷേറി മീൻ നല്ലപോലെ കഴുകി വൃത്തിയായിട്ട് എടുത്തിട്ടുണ്ട്. ഇത് മുഴുവനായിട്ടാണ് നമ്മളിന്ന് ഫ്രൈ ചെയ്യുന്നത്. കണ്ടോ, അതിൻ്റെ ഉൾഭാഗമൊക്കെ നന്നായിട്ട് കഴുകി തലയോട് കൂടിയാണ് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്നത്. നമുക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ്: കായം വേണം, കുരുമുളക് മുഴുവനായിട്ട് വേണം, മല്ലിയില വേണം. മല്ലിയില നമ്മൾ ഇല മാത്രമായിട്ടാണ് എടുത്തിരിക്കുന്നത്, തണ്ടെല്ലാം കളഞ്ഞിട്ട്. പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്. ഇതാണ് നമുക്ക് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ്. ഇത് പച്ച കളറിലുള്ള ഒരു മസാലയാണ് കേട്ടോ നമ്മൾ ഇന്ന് തയ്യാറാക്കുന്നത്. മല്ലിയില കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. നമ്മുടെ മീനെല്ലാം കഴുകി വൃത്തിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മീനൊന്ന് വരഞ്ഞ് വെക്കാം. അതിനുശേഷം ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, മല്ലിയില ഇതൊക്കെ ചേർത്തൊന്ന് പേസ്റ്റ് ആക്കേണ്ടതുണ്ട്. ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഇട്ട് കൊടുത്തു. അതിലേക്ക് 1.5 ടീസ്പൂൺ അളവിൽ നമുക്ക് മുഴുവൻ കുരുമുളക് ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് മല്ലിയില ഇട്ട് കൊടുക്കാം. മല്ലിയിലയുടെ തണ്ട് കളഞ്ഞിട്ട് എടുക്കണം കേട്ടോ, ഇല മാത്രം മതി, അല്ലെങ്കിൽ അരഞ്ഞു കിട്ടില്ല. പിന്നെ നമ്മളിവിടെ ഇട്ട് കൊടുക്കുന്ന കല്ലുപ്പാണ്. കല്ലുപ്പ് ഇട്ട് കൊടുക്കുന്നതിന് 2 കാരണമുണ്ട് ഇവിടെ. ഒന്ന്, നമുക്ക് മിക്സിയുടെയൊക്കെ ബ്ലേഡിന് മൂർച്ച കുറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കല്ലുപ്പിട്ടടിച്ചാൽ അതിൻ്റെ മൂർച്ച കൂടുമെന്ന് പറയുന്നേക്കാം. പിന്നെ കുറച്ചുകൂടെ ഇത്തരം മസാല ചേർക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കല്ലുപ്പിട്ട് കൊടുത്താൽ ഒരു പ്രത്യേക സ്വാദ് അതിനും കിട്ടും. അപ്പോൾ നമ്മുടെ മസാല തയ്യാറായിട്ട് വന്നിട്ടുണ്ട്. ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും മല്ലിയിലയും കുരുമുളകും എല്ലാം കൂടി ചേർത്ത് അരച്ച പച്ച കളറിലുള്ള മസാല തയ്യാറായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ അളവിൽ മുളക് പൊടി ഇട്ട് കൊടുക്കാം. കശ്മീരി മുളക് പൊടിയാണ് എടുത്തിരിക്കുന്നത്. എരിവിന് നമ്മൾ പച്ചമുളകും കുരുമുളക് പൊടിയൊക്കെ ഉണ്ട്, അതുകൊണ്ട് എരിവിൻ്റെ കാര്യമില്ല. 2 പിഞ്ച് കായം ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് വേണ്ടത് വിനാഗിരിയാണ്. വിനാഗിരി 1 ടീസ്പൂൺ അളവിലാണ് നമുക്ക് വേണ്ടത്, അധികം വേണ്ട. 1 ടീസ്പൂൺ അളവിൽ വിനാഗിരി. വിനാഗിരി ഇല്ലെങ്കിൽ ചെറുനാരങ്ങ നീര് പിഴിഞ്ഞൊഴിക്കാം. അപ്പോൾ വിനാഗിരി നമ്മൾ ഒഴിച്ചു കൊടുത്തു. അതിനുശേഷം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കേണ്ടതുണ്ട്. 1 ടീസ്പൂൺ അളവിൽ നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ വളരെ കുറവ് മതി. ഇതെല്ലാം കൂടി ചേർത്ത് നല്ല പോലെ മിക്സ് ചെയ്യാം. ഉപ്പ് ചേർത്ത് കൊടുക്കേണ്ട കാര്യമില്ല കേട്ടോ, കാരണം നമ്മൾ ആദ്യം തന്നെ ഉപ്പ് ചേർത്തല്ലോ, കല്ലുപ്പ് ചേർത്തല്ലോ, അതുകൊണ്ട് ഉപ്പിൻ്റെ ആവശ്യമില്ല. ഇനി നമുക്ക് ഈ മസാലക്കൂട്ട് നമ്മുടെ മീനിലേക്ക് നല്ല പോലെ തേച്ച് പിടിപ്പിക്കാം. മീൻ ഇതുപോലെ ഒന്ന് വരഞ്ഞെടുക്കണം കേട്ടോ, നല്ല ആഴത്തിൽ വരഞ്ഞെടുക്കണം. കാരണം ഷേരി മീൻ കുറച്ച് മാംസം, കട്ടി കൂടിയ മാംസമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആഴത്തിൽ വരഞ്ഞെടുത്ത ശേഷം അതിലേക്ക് നമ്മൾ ഈ എടുത്ത് വെച്ചിരിക്കുന്ന മസാലക്കൂട്ട് പുരട്ടി കൊടുക്കാം. നല്ല രീതിയിൽ തന്നെ, നല്ല കട്ടിയിൽ തന്നെ നമുക്ക് മസാലക്കൂട്ട് പുരട്ടി കൊടുക്കാം. തലയുടെ ഭാഗത്തൊക്കെ മസാല നിറച്ച് ചേർത്ത് കൊടുക്കാം. നല്ല ടേസ്റ്റുള്ളൊരു മീനാണ് ഇത്. ഫ്രൈ ചെയ്യാൻ വളരെ ടേസ്റ്റുള്ളൊരു മീൻ തന്നെയാണ് ഷേരി. നമ്മുടെ നാട്ടിൽ പ്രാഞ്ഞിലൊക്കെ കിട്ടില്ലേ, ആ ഒരു രുചി തന്നെയാണ് ഈ മീൻ. അപ്പോൾ എല്ലാം നമ്മൾ മസാലയൊക്കെ പുരട്ടി മീൻ മുഴുവനായിട്ട് തന്നെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതൊരു 30 മിനിറ്റെങ്കിലും കുറഞ്ഞത് ഇങ്ങനെ ഇരിക്കട്ടെ. 30 മിനിറ്റിന് ശേഷം നമുക്കിത് വറുത്തെടുക്കാം. വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒരു കടായി വയ്ക്കുക. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വറുക്കാനായിട്ട് വെളിച്ചെണ്ണയോ സൺഫ്ലവർ ഓയിലോ എന്തെങ്കിലും എടുക്കാം കേട്ടോ, കുഴപ്പമില്ല. വെളിച്ചെണ്ണയാണെങ്കിൽ കുറച്ചുകൂടെ സ്വാദ് കൂടും, ഒരു നാടൻ ടേസ്റ്റ്. അപ്പോൾ നമ്മുടെ എണ്ണ നല്ലപോലെ ചൂടായി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് ഈ മീൻ ഒന്നായിട്ട് പിറക്കിയിട്ട് കൊടുക്കാം. പിന്നെ സാധാരണ നമ്മൾ ഫിഷ് ഫ്രൈ ചെയ്യുന്ന പോലെ തന്നെ, മീൻ വറുത്തെടുക്കുന്ന പോലെ തന്നെ നമുക്ക് വറുത്തെടുക്കാം. മസാലക്കൂട്ടിൻ്റെ കാര്യത്തിൽ മാത്രമാണ് നമുക്കൊന്ന് ശ്രദ്ധിക്കേണ്ടതുള്ളൂ. കാരണം ഇത് വേറൊരു തരം മസാലയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. സാധാരണ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയൊക്കെ ചേർത്തിട്ട് നമ്മൾ മീൻ വറുക്കാൻ വേണ്ടി എടുക്കുന്ന മസാലയുണ്ടല്ലോ, അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് നമ്മൾ മല്ലിയില അരച്ചിട്ടുള്ള ഈ മസാല എടുത്തിരിക്കുന്നത്. നല്ലപോലെ ഫ്രൈ ചെയ്യണം. 1 തണ്ട് കരിവേപ്പില ഇട്ട് കൊടുക്കാം. എനിക്ക് നല്ല ഫ്രഷ് കരിവേപ്പിലയൊന്നും അല്ല കേട്ടോ ഇവിടെ ഇരിക്കുന്നത്. ഞാൻ കുപ്പിക്കകത്തൊക്കെ ഇട്ട് അടച്ച് ഫ്രിഡ്ജിൽ വെച്ചതാണ്. ചെറുതായൊന്ന് വാടി തുടങ്ങിയിരിക്കണം. നല്ല കരിവേപ്പില കിട്ടിയതായിരുന്നു, വാടി പോവാതിരിക്കാൻ വേണ്ടി വെച്ചതാണ്, പക്ഷേ വാടി കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ. ഏതായാലും നമ്മൾ 1 തണ്ട് കരിവേപ്പില ഇട്ട് കൊടുത്തു. അതിനുശേഷം നമുക്ക്
നന്നായിട്ട് ഫ്രൈ ചെയ്യാം. ഫസ്റ്റ് നമുക്ക് ചെറു തീയിലിട്ട് തന്നെ നല്ലപോലെ നമ്മുടെ തവ ചൂടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് തീ ഒന്ന് കുറച്ച് കൊടുക്കണം, ഫ്ലെയിം ഒന്ന് കുറച്ച് കൊടുക്കുക. എന്നിട്ട് നല്ലപോലെ മൊരിയിച്ചെടുക്കാം. ആദ്യം തന്നെ നമുക്ക് മീനിൻ്റെ മാംസം ഒന്ന് വെന്ത് കിട്ടണമല്ലോ, അതിനുശേഷം മൊരിയിച്ചാൽ മതി. അപ്പോൾ മീനിൻ്റെ മാംസം ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഫ്ലെയിം കുറച്ചിട്ട് തന്നെ വേവിച്ചെടുക്കാം. ഒരു 5 മിനിറ്റിന് ശേഷം നമുക്ക് മീനെല്ലാം മറിച്ചിട്ട് കൊടുക്കാം. മീനെല്ലാം മറിച്ചിട്ട് കൊടുത്ത ശേഷം അതുപോലെ തന്നെ ഫ്ലെയിം കുറച്ചിട്ട് മറുഭാഗവും നമുക്ക് വേവിച്ചെടുക്കാം. 2 ഭാഗവും നന്നായി വെന്ത ശേഷം നമുക്ക് കുറച്ചൊന്ന് ഫ്ലെയിം കൂട്ടി വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് നല്ല പോലെ ഒന്ന് മൊരിഞ്ഞ് കിട്ടേണ്ടതുണ്ട് മീൻ, അതുകൊണ്ട് ഫ്ലെയിം ഒന്ന് കൂട്ടി വെച്ച് കൊടുത്തിട്ട് നല്ല പോലെ മൊരിയിച്ചെടുക്കാം. ഇതിൻ്റെ ഈ പച്ച കളറുള്ള മസാല ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. ഈ ശേരി മീൻ ഇങ്ങനെയുള്ള മസാലകളാകുമ്പോൾ കുറച്ചുകൂടെ സ്വാദ് കൂടും. അപ്പോൾ ഈ മസാല തന്നെ മാക്സിമം എടുക്കാൻ ശ്രമിക്കുക. നമ്മൾ മുളക് പൊടി ചേർത്തുള്ള മസാലയും കുഴപ്പമൊന്നുമില്ല, അത് നല്ലത് തന്നെയാണ്. പക്ഷേ ഈ മസാലയ്ക്ക് ഒരു പ്രത്യേക സ്വാദ് ഈ ശേരി മീൻ എനിക്ക് കഴിച്ചപ്പോൾ തോന്നി, അതുകൊണ്ടാണ് നിങ്ങളെയും കൂടി ഇതൊന്ന് പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ചത്. കിങ് ഫിഷിനെ നമ്മൾ ഈ മസാല ചേർത്തിട്ട് ഫ്രൈ ചെയ്യും, ഷാലോ ഫ്രൈ ചെയ്തെടുക്കും. അതും ഇതുപോലെ തന്നെ വളരെ ടേസ്റ്റി ആയൊരു സംഭവമാണ്. അപ്പോൾ ഇതാണ് ഇന്നത്തെ നമ്മുടെ വിഭവം. അപ്പോൾ ഏകദേശമൊക്കെ നമ്മൾ വിചാരിച്ച പോലെ തന്നെ നല്ല പോലെ ഫ്രൈ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. ഇതിൻ്റെ കൂടെ കുറച്ച് സവാളയും ഒക്കെ അരിഞ്ഞിട്ട് ചെറുനാരങ്ങ നീരൊക്കെ പിഴിഞ്ഞ് കഴിക്കുകയാണെങ്കിൽ ഒരു പ്രത്യേക സ്വാദ് തന്നെയാണ്. എപ്പോഴും ഫിഷ് ഫ്രൈ അതുപോലുള്ള ഫ്രൈ ഐറ്റം കഴിക്കുമ്പോൾ കുറച്ച് സവാളയും കൂടി ചേർത്ത് കഴിക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഇതാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കിയിരിക്കുന്ന ഷേരി ഫിഷ് ഫ്രൈ, ഷേരി മീൻ്റെ പേര്. അപ്പോൾ ഏതായാലും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും കമൻറ്റും തരാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനലിൻ്റെ കൂടെയുള്ള എല്ലാവർക്കും ഒരുപാട് സ്നേഹത്തോടെ താങ്ക് യു വെരി മച്ച്.